بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മോമിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖസന്തോഷത്തോടെ ആഫിയത്തോടെ നിലനിർത്തട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം എല്ലാവരെയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 189. ഇതിൽ താരിഖ് സൂറത്തിൽ നമ്മൾ എടുത്ത വീഡിയോക്ക് ശേഷം ബാക്കിയുള്ള ആയത്തുകളാണ് എടുക്കുന്നത്. 188 താരിഖ് സൂറത്ത് 10 ആയത്തുകൾ എടുത്തു. ഇന്നു മുതൽ 17 ആയത്തുകളാണ് ഇതിലുള്ളത്. 7 ആയത്തുകൾ എടുക്കുന്നുണ്ട്. അതിന് മുമ്പായ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നിട്ട് ഒരാൾക്കെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു നേട്ടമാണ്, ആഖിറത്തിൽ വലിയ നേട്ടമാണ്. അതുകൊണ്ട് അതിനുള്ള ശ്രമം നടത്തണം എന്നുള്ള കാര്യമാണ് പ്രത്യേകമായിട്ട് ഉണർത്താനുള്ളത്. ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലുമാണ് ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഇത് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലുമാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അങ്ങനെ ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ. എന്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്? ആ ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അള്ളാഹു ഒരു സാലിഹായ അമലാക്കി തരട്ടെ എന്ന് നമ്മൾ എല്ലാവരും സദാ പ്രാർത്ഥിക്കണം. അതനുസരിച്ച് ഇപ്പോൾ 11ാമത്തെ ആയത്താണ് വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ ദാതിർ റജഅ والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. ഏഴായത്തുകൾ ആണ് ഇപ്പോൾ ഓതി വെച്ചത്. വസ്സമായി, ഇതിൻ്റെ ഒറ്റവാക്കർത്ഥവും ആശയത്തിലേക്ക് കടക്കുകയാണ്. വസ്സമായി, ആകാശത്തിൽ തന്നെ സത്യം. നമ്മൾ ആദ്യത്തിൽ പറഞ്ഞു വസ്സമായി താരിഖ്, താരിഖിനെ തന്നെ സത്യം എന്ന് പറഞ്ഞു. വസ്സമായി, ആകാശത്തിൽ തന്നെ സത്യം. താരിഖ്, താരിഖ് ആവുന്ന നക്ഷത്രത്തെ സംബന്ധിച്ച് നക്ഷത്രത്തിൽ തന്നെ സത്യം. അതിനുശേഷമായിട്ട് ഇപ്പോൾ ഇവിടെ വസ്സമായി ദാത്തി റജഅ എന്നാണ് പറയുന്നത്. വസ്സമായി, ആകാശത്തെ, വാവിൻ്റെ അർത്ഥം അഹ്ലിഫു എന്ന അർത്ഥമാണ്. അത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. സത്യത്തിൻ്റെ വാക്കുകൾ വരുന്നിടത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാവിന് അഹ്ലിഫ് എന്ന അർത്ഥം, ഞാൻ സത്യം ചെയ്യുന്നു. വസ്സമായി, സമായി എന്ന് പറഞ്ഞാൽ ആകാശം കൊണ്ട്. ഈ വാവ് കസ്മിൻ്റെ വാവ് എന്നാണ് ഇതിന് പറയാ. കസ്മിൻ്റെ വാവ് ജറ് ചെയ്യുക. അത് പ്രവേശിച്ച ഇസ്മിലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ പറയണം, ജറ് പറയണം. വസ്സമായി ദാത്തിർ റജഅ. അപ്പൊ ആകാശത്തെ തന്നെ സത്യം. ദാത്തിർ റജഅ, മഴയുള്ള, മഴ തരുന്നതായ ആകാശം. മഴ തരുന്നത് എങ്ങനെ? മഴ മേഘങ്ങളിൽ നിന്ന് മഴ വർഷിക്കുകയാണ്. ഇത് ആവശ്യാനുസരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അബ്ദുകൾക്ക്, ജനങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു. ഇത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്തെല്ലാം അത് മഴ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മഴയില്ലാത്ത പക്ഷം ലൗലാഹു ലഹലക്കത്തിന്നാസ്,
ഹലക്കത്ത് മവാശിഹിം എന്ന തഫ്സീർ. മഴയില്ലെങ്കിൽ പിന്നെ പറയാനില്ല കാര്യങ്ങൾ. മഴയാണല്ലോ മനുഷ്യനെ നിലനിർത്തുന്നത്. വെള്ളമില്ലാത്തൊരു സന്ദർഭം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അത് വളരെ പരിതാപകരമായിട്ടാണ് അനുഭവപ്പെടുക. വെള്ളമില്ലെങ്കിൽ പിന്നെ ജീവനില്ല എന്ന് പറഞ്ഞ പോലെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ മഴ തുടരെ നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വർഷക്കാലത്താണ് അങ്ങനെ കൂടുതൽ മഴ കിട്ടുന്നത്. വർഷക്കാലവും വേനൽക്കാലം അല്ലാഹു നിശ്ചയിച്ചതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മൾക്ക് തുടരെ മഴ കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മഴ തരുന്ന ആകാശത്തെ കുറിച്ചാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. വസ്സനായി ആകാശത്തെ തന്നെ സത്യം, ദാത്തി റജവി തുടരെ മഴകൾ തരുന്ന ആകാശങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അക്കുസമ ബിസ്സനായി ദാത്തി മത്തർ, അതിന്റെ തഫ്സീറാണ് വായിക്കുന്നത്. അക്കുസമ അള്ളാഹു സത്യം ചെയ്തു ബിസ്സനായി ആകാശം കൊണ്ട്, ദാത്തിൽ മത്തരി മഴ തരുന്ന, അല്ലതീ ഇബാദ് മനുഷ്യന് മഴ തരുന്ന ആകാശം, ഹീനം ബഅദ-ഹീൻ പല സമയത്തുമായിട്ട് നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആകാശം. ലൗലാഹു ലഹലക്കത്തിൻ നാസ് വഹലക്കത്ത് മവാശിഹിം. ഇതില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ മഴ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ജനങ്ങളും അവയുടെ വളർത്തു മൃഗങ്ങളും എല്ലാം നശിച്ചു പോകുമായിരുന്നു. മഴയില്ലെങ്കിൽ അത് ഒരു 2 ഐറ്റം എടുത്തു പറഞ്ഞു എന്നുള്ളൂ. മഴയില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകും. കൃഷിയും നശിക്കും, എല്ലാം നശിക്കും. പിന്നെ 12-ാമത്തെ ആയത്ത് വല്ലർദി ഭൂമിയിൽ തന്നെ സത്യം. അള്ളാഹു സത്യം ചെയ്യുക ഭൂമിയെ കൊണ്ട്. സദഅ എന്ന് പറഞ്ഞാൽ പൊട്ടലും പൊളിവും ഉണ്ടാവുക, അങ്ങനെയുള്ള ഭൂമിയെ കൊണ്ട്. അതായത് സസ്യലതാദികൾ ആ പൊട്ടലിലൂടെ അതല്ലെങ്കിൽ ആ കീറലിലൂടെ പുറത്തു വരിക. അപ്പോൾ സസ്യലതാദികൾ മുളച്ചു വരുന്ന ഭൂമിയെ സംബന്ധിച്ച് അള്ളാഹു സത്യം ചെയ്യുക. വല്ലാതെ ഭൂമിയെ തന്നെ സത്യം, സസ്യലതാദികൾ മുളച്ചു പുറത്തു വരുന്ന ഭൂമിയെ തന്നെ സത്യം. അഖ്സമ ബിൽ-അർദില്ലത്തി തതസദ്ദഉ വതൻഷഖു. സസ്ദ എന്ന് പറഞ്ഞാൽ തൻഷഖു എന്നൊക്കെ പറഞ്ഞാൽ പൊളിവുണ്ടാവുക, കീറൽ അനുഭവപ്പെടുക ഭൂമിക്ക്. വയഖ്റുജു മിൻഹുൽ നബാത്ത്, ആ പൊട്ടലിലൂടെ അല്ലെങ്കിൽ ആ വിടവിലൂടെ യഖ്റുജു മിൻഹുൻ നബാത്തു, സസ്യലതാദികൾ മുളച്ചു പുറത്തു വരും. വല്ലശ്ജാറു വൃക്ഷങ്ങളും, വല്ലസ്ഹാർ പുഷ്പങ്ങളും. അപ്പൊ എല്ലാവിധ സാധനങ്ങളും ഭൂമിയിൽ നിന്ന് പുറത്തു വരാൻ ഉപകരിക്കുന്നതാണ് മഴ. ആ മഴ ഉണ്ടാകുമ്പോൾ ഇതേ രീതിയിൽ എല്ലാ സസ്യലതാദികളും പുറത്തു വരിക. അത് വളർന്നു വലുതായി, വെള്ളം കൊണ്ട് തന്നെ വളർന്നു വലുതാവുന്നത്, വളർന്നു വലുതായി മരങ്ങളായി രൂപാന്തരപ്പെടുന്നു. ഈ പ്രതിഭാസം നിലനിൽക്കണമെങ്കിൽ വെള്ളം വേണം. അപ്പൊ ആ വെള്ളം കിട്ടി ഇങ്ങനെ ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥ ഭൂമിക്കും ആകാശത്തിനും. ഇത് രണ്ടും അള്ളാഹു രണ്ടുകൊണ്ടും സത്യം ചെയ്തു. ഭൂമിയുടെ കാര്യം ഈ വിഷയത്തിൽ വലിയ ഇതാണ്. സൃഷ്ടിജാലങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവയ്ക്ക് മഴ കെട്ടി കൃഷി വളർന്നു വരണം. ഇവിടെ സസ്യലതാദികളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും എല്ലാം വളർന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഭക്ഷണത്തിന് അനുയോജ്യമായ വസ്തുക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോ ഭൂമിയെയും ആകാശത്തെയും ഈ പ്രത്യേകതയുള്ള മഴ തരുന്ന ആകാശവും അതിൽ മുളച്ചു വരുന്ന സസ്യലതാദികളുള്ള ഭൂമിയെയും കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു ഈ 2 ആയത്തിലായിട്ട്.
എന്നിട്ട് അള്ളാഹു പറയുന്നത്, സത്യം ചെയ്ത് പറയുന്നത് എന്താ? ഇന്നഹു ലഖൗലുൻ ഫസ്ല്. ഇന്നഹു തീർച്ചയായും അത്, ആ ഖുർആൻ, ലഖൗലുൻ ഫസ്ലും, അതൊരു വചനമാണ്. ലഖൗലുൻ ഒരു വചനമാണ്. ഫസ്ലുൻ വേർതിരിക്കുന്ന വചനം. ഹക്കിന്റെയും സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയ്ക്ക് വേർതിരിക്കുന്ന വചനം. ഇന്ന ഹാദൽ ഖുർആൻ തഫ്സീർ. ഇന്ന ഹാദൽ ഖുർആൻ തീർച്ചയായും ഈ ഖുർആൻ, ലഖൗലുൻ അതൊരു വചനമാണ്. ഫാസിലും ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയ്ക്ക് വേർതിരിക്കുന്ന ഒരു വചനമാണ്. 14-ാമത്തെ ആയത്ത്, വമാ ഹുവ ഖുർആൻ അല്ല ബിൽ ഹസൽ, തമാശയല്ല. ഖുർആനിൽ ആകമാനം നമ്മൾ നോക്കിയാൽ 6000-ത്തിലധികം ആയത്തുകളുണ്ട്, 114 സൂറത്തുകളുണ്ട്, അതുപോലെ തന്നെ 30 ജുസു, 600 പേജ്, ഇങ്ങനെയെല്ലാം നോക്കി നമുക്ക് തിരിക്കുന്ന ഈ ഖുർആനിൽ ഏതെങ്കിലും ഒരു വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് പ്രത്യേക അർത്ഥമില്ല എന്നോ, അതല്ലെങ്കിൽ അതൊരു തമാശ രൂപത്തിൽ അല്ലാഹു പറഞ്ഞതാണെന്നോ, വിനോദത്തിന് വേണ്ടി പറഞ്ഞതാണെന്നോ എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കെങ്കിലും ഇല്ല. അതെല്ലാം തമാശ രൂപത്തിൽ ഒന്നുമില്ല, എല്ലാം കാര്യമാണ്. വളരെ കാര്യപ്പെട്ട തത്വസംഹിതകൾ അടങ്ങിയതാണ് ഖുർആൻ എന്നർത്ഥം. ഇത് മുശ്രിക്കുകളെ മനസ്സിലാക്കി കൊടുക്കുക. കാരണം മുശ്രിക്കുകൾ സദാസമയത്തും ഖുർആൻ ഇറങ്ങുമ്പോഴും അത് കേൾക്കുമ്പോഴും അവർ പറയും, ഇത് മുഹമ്മദിന്റെ കെട്ടുകഥയാണ്. പഴയ ആളുകളുടെ ചരിത്ര സംഭവങ്ങൾ, അതല്ലെങ്കിൽ പഴയ ആളുകളുടെ കെട്ടുകഥകളാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പരിഹസിക്കലും പുച്ഛിക്കലുമുണ്ട്. അപ്പൊ ഇതിന് മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാണ്, ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസ്ൽ ലൈസ ഫീഹി ശൈഉൻ മിനൽ ലഹ്വി അവൽ ബാത്തിൽ അവൽ അബസ്. എന്തെങ്കിലും വെറുതെ പറയുകയോ അല്ലെങ്കിൽ നിരർത്ഥമായി പറയുകയോ അല്ല ഖുർആനിൽ. എല്ലാം ബൽ ഹുവ ജിദ്ദുൻ കുല്ലുഹു, എല്ലാം വളരെ കാര്യപ്പെട്ട തത്വങ്ങൾ അടങ്ങിയതാണ് ഖുർആൻ. പിന്നെ 15-ാമത്തെ ആയത്ത്, ഇന്നഹും യകീദൂന കൈദം വഅകീദു കൈദാ. ഇന്നഹും തീർച്ചയായും അവർ എന്ന് പറഞ്ഞാൽ ആ മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ ആയ ആളുകൾ, യക്കീദൂന അവർ തന്ത്രം പ്രയോഗിക്കുകയാണ്, കൈതൻ വലിയ തന്ത്രങ്ങളാണ് അവർ പ്രയോഗിക്കുന്നത്. ഇന്നഹും തീർച്ചയായും അവർ എന്ന് പറഞ്ഞാൽ ആ മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ, മക്കയിലുള്ള ബഹുദൈവാരാധകർ, യക്കീദൂന അവർ തന്ത്രം പ്രയോഗിക്കുന്നു, വലിയ തന്ത്രം പ്രയോഗിക്കുന്നു, വലിയ നിലക്ക് തന്ത്രങ്ങൾ പ്രയോഗിക്കുക. അള്ളാഹു പറയുന്നു, വക്കീദു കൈത, ഞാനും തന്ത്രം പ്രയോഗിക്കും, കൈതൻ വലിയ നിലക്കുള്ള തന്ത്രം ഞാനും പ്രയോഗിക്കും. അവർ പ്രയോഗിക്കുന്ന തന്ത്രം എന്തിന്, ഞാൻ പ്രയോഗിക്കുന്ന തന്ത്രം എങ്ങനെ, ഇത് നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാവേണ്ടതാണ്. അവർ പ്രയോഗിക്കുന്ന തന്ത്രം അള്ളാഹുവിന്റെ പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അവര് പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ അള്ളാഹുവിന്റെ ശരീഅത്തിനെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, അത് ഖുർആനെ നിഷ്പ്രഭമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ അത് സാധ്യമാവും. അതാണ് അവർ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന തന്ത്രം എന്തായിരിക്കും? ഞാൻ അവർക്ക് അത് അനുയോജ്യമായ ശിക്ഷ കൊടുക്കുക. ആ ശിക്ഷ കൊടുക്കലാണ് അവർക്ക് എതിരായി ഞാൻ ചെയ്യുന്ന തന്ത്രം. വക്കീതു കൈത. അപ്പോൾ ഇന്നഹും യക്കീദൂന കൈദൻ, ഇന്ന ഹൗലായിൽ മുശ്രിക്കീന, ആ മുശ്രിക്കീങ്ങൾ
ബഹുദൈവാരാധകർ, യഅമലൂനൽ മക്കായിദ, അവര് തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുകയാണ്, ലിതുഫായി നൂരില്ലാഹി, അള്ളാഹുവിന്റെ പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, വഇബ്താലി ശരീഅത്തി, അള്ളാഹുവിന്റെ ശരീഅത്തിനെ നിരർത്ഥമാക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ശരീഅത്ത് അതിനെ വിലയില്ലാതാക്കുക, അതല്ലെങ്കിൽ അതിനെ ബാത്തിലാക്കുമ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ, അത് തൽക്കാലം നടക്കുന്നതല്ല, അത് വേറെ കാര്യം. വക്കീലുക ചെയ്ത ഞാൻ പ്രയോഗിക്കുന്ന തന്ത്രം എന്താ, ഉജാസിയും അലാഖൈദിയും, അവരുടെ തന്ത്രങ്ങൾക്ക് ശരിയായ പ്രതിഫലം കൊടുക്കുക, അത് അള്ളാഹു അവരെ ശിക്ഷിക്കും എന്നർത്ഥം. അത് എന്നാ ശിക്ഷിക്കുക? ഉടനെ തന്നെ ശിക്ഷിക്കില്ല. അവരെങ്ങനെ ഇതൊക്കെ പറയുക, പരിഹസിക്കുക ചെയ്യുന്ന ഉടനെയല്ല അവർക്കുള്ള ശിക്ഷകൾ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് മാറ്റി വെച്ചത് കൊണ്ട് അവിടെ വെച്ചിട്ടാണ് കൊടുക്കുക. അപ്പൊ ഉജാസിഹിം ബിൽ ഇംഹാരി വന്നക്കാൽ, ആഖുദുഹും അഖദ അസീസിൻ മുഖ്തദിർ, ഒരു തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ അവരുടെ തെറ്റുകൾ അനുസരിച്ച് ശിക്ഷിക്കൽ ഒരു നീതിമാനായ ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ്. അതനുസരിച്ച് അള്ളാഹു അവരെ ശിക്ഷിക്കും. ആയതുകൊണ്ട് നബി അല്പം അവർക്ക് ശിക്ഷ വരാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് നബിയോട് അള്ളാഹു, പ്രവാചകനോട് അള്ളാഹു പറയാണ്, ഫമഹ്ഹിലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് അല്പം സമയം കൊടുക്കണം. നബി ബന്ധപ്പെടേണ്ട, ധൃതിപ്പെടേണ്ട, അവർക്ക് ശിക്ഷ ഇറങ്ങാൻ വേണ്ടി ധൃതിപ്പെടേണ്ട, സമയം കൊടുക്കുക. ഫമഹിൽ, താമസം കൊടുക്കുക. മഹല എന്ന് പറഞ്ഞാൽ താമസം കൊടുത്തു, മഹിൽ എന്ന് പറഞ്ഞാൽ കൽപ്പനക്രിയ. നബിയെ, പ്രവാചകരെ, അങ്ങ് അവർക്ക് കാഫിരീങ്ങൾക്ക് അല്പം താമസം കൊടുക്കൂ. അംഹിൽഹും റുവൈദ, അംഹിൽഹും, ഞാൻ അവരെ കുറച്ച് താമസിപ്പിക്കും. റുവൈദം, കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ അവരെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോയിട്ട് ഖിയാമത്ത് നാളിൽ അവർക്ക് അനുയോജ്യമായ ശിക്ഷ കൊടുക്കും ഞാൻ. അതുവരെ നബി ഫമഹ്ഹിലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് അല്പം താമസം കൊടുക്കുക, വേണ്ടി ധൃതിപ്പെടേണ്ട എന്നാണ്. ഇപ്പൊ 17 ആയത്തുകളും കഴിഞ്ഞു. ഈ ആയത്തുകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ 189ാമത്തെ വീഡിയോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത സൂറത്ത്, എല്ലാ സൂറത്തുകളും കുറഞ്ഞ ആയത്തുകളെ ഉള്ളൂ ഈ സൂറത്തുകളിലൊക്കെ. ഇത് നമ്മൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ ഗ്രഹിക്കുകയാണെങ്കിൽ, ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ, നമുക്ക് ഇത് ഖുർആൻ ഓതുന്ന കേട്ടാൽ എന്തൊരു രസമായിരിക്കും ആ വകുത്ത് കേൾക്കാനും അതിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനും. കാരണം നമ്മൾക്ക് ഈ അർത്ഥങ്ങൾ ഓർമ്മ വരുമ്പോൾ, ഇത് ഓതുന്ന ഇമാമ്, ഒരാള് നിസ്കരിക്കുന്ന ആള്, മുന്നിൽ നിന്ന് നിസ്കരിക്കുന്ന ആള് ഇമാമ്, അദ്ദേഹം ഈ ഖിറാഅത്ത് നടത്തുമ്പോൾ, ഉദാഹരണത്തിന് ഈ സൂറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറത്ത്, നമ്മളിപ്പോൾ 1-ാം ജുസിന്റെ ശേഷമുള്ള സൂറത്തുകളാണ് എടുക്കുന്നത്. നിസ്കാരത്തിൽ അതെല്ലാം ഓതുന്നതും പിന്നെ നമ്മൾ കേൾക്കുകയും നമ്മൾ സ്വന്തമായിട്ട് ഓതുകയും ചെയ്യുന്ന സൂറത്തുകളായതുകൊണ്ടാണ് ഏതാനും സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ചാണ് ഇത് വേഗത്തിലെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ടേ മറ്റുള്ള ജുസ് അല്ലെങ്കിൽ ദീർഘമായ സൂറത്തുകൾ എടുക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ദീർഘമായ സൂറത്തുകൾ കുറെ എടുത്തിട്ട് കഴിഞ്ഞതാണ്. യാസിൻ സൂറത്ത്, അൽ കഹ്ഫ് സൂറത്ത്, സൂറത്ത് യൂസുഫ്, മറിയം, ഇങ്ങനെ കുറെ സൂറത്തുകൾ എടുത്തു കഴിഞ്ഞു. അത് ആദ്യം വീഡിയോകളും നോക്കിയാൽ ഈ സീരിയൽ അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയും. 189,
അതിൽ ഒരു 10 വീഡിയോ എങ്കിലും നോമ്പിനെ സംബന്ധിച്ചും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. 31 മുതൽ 50 വരെയുള്ള വീഡിയോകളിൽ നോമ്പ്, നമസ്കാരം, ഇതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. 31 മുതൽ 50 വരെയുള്ള വീഡിയോകളാണ്. അപ്പോൾ കർമ്മശാസ്ത്രപരമായ നിയമങ്ങളും ഇതിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് ആവശ്യമാവുന്ന സന്ദർഭങ്ങളിൽ അത് പറയും. അതിൻ്റെ പേരിൽ അതും നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളത് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇമാം ഓതുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഓത്ത് കേൾക്കുമ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കിയ സൂറത്ത് നമ്മൾക്ക് കേൾക്കാൻ വളരെയധികം ഒരു ആഗ്രഹം ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അനുഭവപ്പെടും. ഓരോ ആയത്തുകളും വായിക്കുമ്പോൾ, ഇമാം ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം സഹിതം നമ്മൾ മനസ്സിലാക്കുക. അപ്പം അത് വളരെ ഒരു നല്ല കാര്യമാണ്. അതിൻ്റെ പേരിൽ എല്ലാവരും ഇത് നന്നായി മനസ്സിലാക്കണം എന്നാണ് ഒരു അഭ്യർത്ഥനയുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.